നമസ്കാരം. ഡെൻസ് ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വരാൻ പോകുന്ന ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ക്ലാസ് ആണിത്. നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി നമ്മുടെ മൊബൈൽ ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സിൽ നമ്മൾ നടത്തുന്ന ഡെയിലി ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് താഴെ നമ്മുടെ മൊബൈൽ ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നമ്മുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ ചേരാവുന്നതാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കുക, ഹെർ തിങ്കിങ് ലീൻസ് ഡാഷ് ഡെമോക്രസി. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: വിത്ത്, ടുവേഴ്സ്, ഫോർ, നൺ ഓഫ് ദീസ്. ഇവിടെ എന്താണ്? പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ ഒന്നുകിൽ പ്രിപ്പോസിഷന് തൊട്ടു മുമ്പ് വരേണ്ട വാക്കിനെയോ അല്ലെങ്കിൽ അതിനുശേഷം വരേണ്ട വാക്കിനെയോ ആശ്രയിച്ചാണ് നമ്മൾ ചെയ്യുക. മിക്കപ്പോഴും നമ്മൾ ഒരു വെർബിനെ ആശ്രയിച്ചായിരിക്കും എന്ത് ചെയ്യുക? പ്രിപ്പോസിഷൻ എഴുതുക. ഇവിടെ നോക്കുമ്പോൾ വെർബ് എവിടെയാണ് വന്നിരിക്കുന്നത്? പ്രിപ്പോസിഷൻ എഴുതേണ്ട തൊട്ട് മുമ്പാണ് വന്നിരിക്കുന്നത്. ഏതാണ് ആ വെർബ്? ലീൻസ് എന്നുള്ളതാണ്. ലീൻസ് എന്ന് വെച്ചാൽ അർത്ഥം എന്തുവാ? ചായുക അല്ലെങ്കിൽ അനുകൂലിക്കുന്നു എന്നൊക്കെ അർത്ഥമില്ല. എന്നുവെച്ചാൽ അവളുടെ തിങ്കിങ്, അവളുടെ ചിന്തകൾ എപ്പോഴും എന്തിന് അനുകൂലമായിട്ടാണ്? ഡെമോക്രസി, ജനാധിപത്യത്തിന് അനുകൂലമായിട്ടെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അപ്പോൾ ഇവിടെ ലീൻസ് എന്ന് പറയുന്ന വാക്കിന് ചേരുന്ന പ്രിപ്പോസിഷൻ, അതിനുശേഷം വരുന്ന പ്രിപ്പോസിഷൻ അതേതാണ്? ടുവേഴ്സ് ആണ്. എന്താണ്? ടുവേഴ്സ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഹെർ തിങ്കിങ് ലീൻസ് ടുവേഴ്സ് ഡെമോക്രസി എന്നാണ് നമ്മൾ പറയേണ്ടത്. അടുത്ത ചോദ്യം, ഹി ഗോട്ട് ടു ടയേർഡ് ഡാഷ് ഓവർ വർക്ക്. എന്താണ്? അദ്ദേഹം വളരെ ക്ഷീണിതനായി. എന്തുകൊണ്ടാണ്? ഓവർ വർക്ക് കൊണ്ട്. അപ്പൊ അങ്ങനെ അക്കാരണത്താൽ എന്ന് വേണം. അപ്പൊ കാരണം എന്ന് പറയുന്നത് നമ്മൾ ബിക്കോസ് ആണ് വരുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ബിക്കോസ് ഉണ്ട്, എയും ബിയും. പക്ഷെ അതിനുശേഷം ഓഫ്, ഇവിടെ ഓഫ്. ഇവിടെ ഓഫിന് ഒരു എഫ് ഉള്ളൂ, ഇവിടെ രണ്ട് എഫ് ഉണ്ട്. അപ്പൊ ഇതിൽ ഏത് വരും? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒ എഫ് എഫ് എന്ന് വെച്ചാൽ അർത്ഥം എന്തുവാ? എവേ ഫ്രം എന്നാണ്, അകലെയായിട്ട് എന്നാണ് ഒ എഫ് എഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതുകൊണ്ട്, അക്കാരണത്താൽ എന്നൊരു അർത്ഥം നൽകുന്ന ഏതാണ്? ഓഫാണ്. അപ്പൊ അങ്ങനെ ഇവിടെ കറക്റ്റ് ആയിട്ട് വരിക ഏതായിരിക്കും? ബിക്കോസ് ഓഫ്. ഒരു എഫ് മതി. ഓക്കെ, അപ്പൊ അങ്ങനെ ബിക്കോസ് ഓഫ് എന്ന് പറഞ്ഞ ഈ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, ഡാഷ് ഹിസ് പ്രിൻസിപ്പിൾസ് ഹി ഹാസ് ടു ബി വെരി കെയർഫുൾ. ഇവിടെ വിത്ത് റിഗാർഡ് ഓഫ് ആണോ, വിത്ത് റിഗാർഡ് ആണോ, വിത്ത് റിഗാർഡ് ടു ആണോ, അത് നൺ ഓഫ് ദീസ് ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വിത്ത് റിഗാർഡ് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ വരേണ്ട പ്രിപ്പോസിഷൻ ഏതായിരിക്കണം? ടു ആയിരിക്കണം. അതാണ് ടു. അത് വിത്ത് റിഗാർഡിനോടൊപ്പം നിൽക്കുന്ന പ്രിപ്പോസിഷൻ ഏതായിരിക്കും? ടു ആയിരിക്കും. അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിരിക്കും ഈ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്, വിത്ത് റിഗാർഡ് ടു. വിത്ത് റിഗാർഡ് ടു ഹിസ് പ്രിൻസിപ്പിൾസ് ഹി ഹാസ് ടു ബി വെരി കെയർഫുൾ എന്നാണ് പറയേണ്ടത്. അപ്പൊ വിത്ത് റിഗാർഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ വരേണ്ട പ്രപ്പോസിഷൻ ടു ആയിരിക്കണം. ഇനി അടുത്തത്, ബിൽഡിംഗ് ഹാസ് ബീൻ ബിൽറ്റ് ഡാഷ് ദ ന്യൂ പ്ലാൻ. അക്കോർഡൻസ് ടു ആണോ, അതോ ഇൻ അക്കോർഡൻസ് വിത്ത് എന്നാണോ, അതോ ഫോർ ആണോ, എബൌട്ട് ആണോ? ഇവിടെ ചോദ്യം ഈ അക്കോർഡൻസുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, അങ്ങനെ ഫോറും എബൌട്ടും വേണ്ട. ഇനി അക്കോർഡൻസ് ടു എന്നാണ് പറയുന്നത്, അതോ ഇൻ അക്കോർഡൻസ് വിത്ത് എന്നാണ് പറയുന്നത്? നമ്മളെപ്പോഴും എങ്ങനെ പറയത്തുള്ളൂ? ഇൻ അക്കോർഡൻസ് വിത്ത് എന്നേ പറയത്തുള്ളൂ. ഓക്കെ, ഇതാണ് ശരിയായ ഉപയോഗം. അപ്പൊ ബിൽഡിംഗ് ഹാസ് ബീൻ ബിൽറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ന്യൂ പ്ലാൻ എന്ന് വെച്ചാൽ പുതിയ പ്ലാൻ അനുസരിച്ച് ബിൽഡിംഗ് പണിഞ്ഞു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ബിൽഡിംഗ് ഹാസ് ബീൻ ബിൽറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ന്യൂ പ്ലാൻ. അടുത്ത ചോദ്യം, ഹി ക്രോസ് ദ ബ്രോക്കൺ ബ്രിഡ്ജ് ഡാഷ് വൺ. അതായത് ആ തകർന്ന പാലത്തിലൂടെ അവൻ കടന്നുപോയി. ഇങ്ങനെ ആയിട്ടും മുന്നറിയിപ്പ് ഉണ്ടായിരുന്നിട്ടും. അങ്ങനെ നമ്മൾ ഇൻസ്പൈറ്റ് ഓഫ് ആണോ, ഇൻസ്പൈറ്റ് ഓഫ് ആണോ, ഓൺ ആണോ, എബൌട്ട് ആണോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇൻസ്പൈറ്റ് ഓഫ് എന്നാണ് ഇവിടെ വരേണ്ടത്. പക്ഷെ ഇതിൽ ഏത് ഇൻസ്പൈറ്റ് ഓഫ്? ഒരു എഫ് ഉള്ള ഓഫ് ആണോ, അത് രണ്ട് എഫ് ഉള്ള ഓഫ് ആണോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ബിക്കോസ് ഓഫ് പറഞ്ഞതുപോലെ ഈ ഓഫിന്റെ അർത്ഥം എന്താ? എവേ ഫ്രം എന്നാണ്. അതിവിടെ വേണ്ട. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഇതായിരിക്കും ഇൻസ്പൈറ്റ് ഓഫ്. അതായത് ഒരു എഫ് മതി. അപ്പൊ അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്.
വരും ഹി ക്രോസ് ദ ബ്രോക്കൺ ബ്രിഡ്ജ് ഇൻ സ്പൈറ്റ് ഓഫ് വാർണിംഗ് എന്നുള്ളതാണ് ശരിയായ ആൻസർ. ഇനി അടുത്ത ചോദ്യം ദ ട്രെയിൻ ഡാഷ് ആസ് ഫാസ്റ്റ് എസ് ദ ബസ്. എന്നുവെച്ചാൽ ആ ബസ്സിന്റെ അതേ വേഗതയിൽ തന്നെ ട്രെയിനും പോകുന്നു, സഞ്ചരിക്കുന്നു എന്നാണ് ഇവിടെ വരേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ നമ്മൾ റണ്ണിങ് എന്ന് പറയുമ്പോൾ എന്താ, ടെൻസ് ഫോം ഇല്ലാത്തൊരു വെർബാണ്. ഇവിടെ ടെൻസ് ഫോം ഉള്ള വെർബാണ് വരേണ്ടത്. അതുപോലെ ഗോയിങ്ങിന് എന്തില്ല, ടെൻസ് ഫോം ഇല്ല. ഇവിടെ ടെൻസ് ഫോം ഉള്ള വെർബ് എന്ന് പറയുമ്പോൾ വെന്റും മൂവ്സും ആണ്. വെന്റ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റും മൂവ്സ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റുമാണ്. ഇതിനകത്ത് ഏതും നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ പ്രശ്നം എന്താ, ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. ഒരു സിമ്പിൾ സെന്റൻസ് നൽകുമ്പോൾ അവിടെ ഓപ്ഷനായിട്ട് നമുക്ക് ഇതിലെ പാസ്റ്റും പ്രസന്റും ഉപയോഗിക്കേണ്ട സാഹചര്യം വരുന്ന സാഹചര്യത്തിൽ, രണ്ടും ശരിയാണ് എന്ന് നമുക്ക് തോന്നുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്തേ ഉപയോഗിക്കാവൂ, പ്രസന്റ് ടെൻസേ ഉപയോഗിക്കാവൂ. എങ്ങനെയാണെങ്കിൽ ഒരു സിമ്പിൾ സെന്റൻസ് വരുമ്പോൾ ഒപ്പം അവിടെ എന്തില്ല എങ്കിൽ ഒരു ടൈമിംഗ് വേർഡ് ഇല്ല, പ്രത്യേകിച്ച് ഒരു ടൈമിംഗ് വേർഡ് ഇല്ലാതാനും തന്നിരിക്കുന്ന സെന്റൻസ് ഒരു സിമ്പിൾ സെന്റൻസുമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ ഓപ്ഷനിലെ പ്രസന്റ് ടെൻസിലെ ഓപ്ഷനെ നമ്മൾ എഴുതാവൂ. അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ മൂവ്സ് ആണ്. അപ്പൊ അങ്ങനെ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ ദ ട്രെയിൻ മൂവ്സ് ആസ് ഫാസ്റ്റ് ആസ് ദ ബസ് എന്നുള്ളതാണ് ശരിയായ ആൻസർ. അടുത്ത ചോദ്യം ഹി വാസ് സീൻ ഡാഷ് ടു ദ സ്കൂൾ. ഇപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, അതായത് അവൻ സ്കൂളിലേക്ക് പോകുന്നത് കണ്ടു എന്നാണ്. അപ്പൊ പോകുന്നത് കണ്ടു, അങ്ങനെ അവൻ പോകുന്നത് എന്നൊരർത്ഥം വരുന്നു. ആ പോകുന്നത് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു തുടർച്ചയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടു, അല്ലെങ്കിൽ നടന്നു പോകുന്നത് കണ്ടു എന്ന് പറയുമ്പോൾ ആ കണ്ട സമയത്ത് അവൻ എന്ത് ചെയ്യാണ്, സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തുടർച്ചയാണ്. അപ്പൊ തുടർച്ചയെ സൂചിപ്പിക്കുന്ന ഒരു വെർബാണ് വരേണ്ടത്. അപ്പൊ തുടർച്ചയെ സൂചിപ്പിക്കുന്ന വെർബ് എന്ന് പറയുമ്പോൾ നമുക്കെന്ത് മനസ്സിലാക്കാം, ING ചേർന്ന് വരുന്നതാണ്. ഏതെങ്കിലും ഒരു വെർബിനോട് കൂടി ING ചേർക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം എന്തുവാ, ആ വെർബ് തുടരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ അങ്ങനെ ING ചേർന്ന് വന്നിരിക്കുന്ന ഏതാ, ഈ ഗോയിങ് ആണ്. ഇതാണ് ഗോയിങ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പൊ ഹി വാസ് സീൻ ഗോയിങ് ടു ദ സ്കൂൾ. അപ്പൊ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായ ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഷീ ഡാഷ് ഇൻ ദ സൺ ഫോർ 1 hour. ഇവിടെ സിറ്റിംഗ് ഉണ്ട്, ഹാസ് ബീൻ സിറ്റിംഗ് ഉണ്ട്, ഹാസ് ബീൻ സിറ്റ് ഉണ്ട്, ഹാസ് സിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, 1 മണിക്കൂറായിട്ട് അവൻ ഇരിക്കുന്നു എന്നാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ 1 മണിക്കൂറായിട്ട് ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ ഇരിക്കാൻ തുടങ്ങിയത് എന്താണ്, പാസ്റ്റ് ടെൻസിലാണ്. അതായത് കഴിഞ്ഞ കാലത്തിലാണ് അവൻ ഇരിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി ആരംഭിച്ചത്. പക്ഷെ അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആകുമ്പോൾ കഴിഞ്ഞ കാലത്തിൽ തുടങ്ങി വെച്ചിട്ട് ക്രിയ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു എങ്കിൽ അങ്ങനെയുള്ള ക്രിയകളെ സൂചിപ്പിക്കാൻ നമ്മൾ ഏത് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് ബീൻ, ഹാസ് ഓർ ഹാവ് ബീൻ പ്ലസ് verb plus ing എന്ന രീതി വരണം. അപ്പൊ ഹാസ് ഓർ ഹാവ് ബീൻ പ്ലസ് verb plus ing അത്തരത്തിൽ വന്നിരിക്കുന്നതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇവിടെ നോക്കുമ്പോൾ അങ്ങനെ വന്നിരിക്കുന്നത് ഹാസ് ബീൻ പിന്നെ verb plus ing. അപ്പൊ ഹാസ് ബീൻ സിറ്റിംഗ്. ഇതിനകത്ത് സബ്ജക്ട് ഷീ ആണ്. അപ്പൊ ഷീ സബ്ജക്റ്റ് ആണ്, പിന്നെ ഹാസ് ഓർ ഹാവ്, ഷീ സിംഗുലർ ആയതുകൊണ്ട് ഹാസ്, പിന്നെ ബീൻ, പിന്നെ verb plus ing സിറ്റിംഗ്. അപ്പൊ അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും, ഹാസ് ബീൻ സിറ്റിംഗ് ആയിരിക്കും. She has been sitting in the sun for 1 hour. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം ഡാഷ് ഇറ്റ് ഹെൽപ്പ് യു ഇൻ യുവർ സ്റ്റഡീസ്. ഇവിടെ വിൽ ആയിരിക്കുമോ, വാസ് ആയിരിക്കുമോ, ഈസ് ആയിരിക്കുമോ, ആർ ആയിരിക്കുമോ? ഇത് ചോദ്യമാണ്. ചോദ്യമാകുമ്പോൾ നമുക്കറിയാം ഒന്നുകിൽ അത് ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങാം, അല്ലെങ്കിൽ സഹായക്രിയയിൽ തുടങ്ങാം. ഏതൊരു ചോദ്യവാക്യവും ഒന്നുകിൽ ഒരു ചോദ്യവാക്കിലായിരിക്കും, അത് ക്വസ്റ്റ്യൻ വേർഡിലായിരിക്കും തുടങ്ങുക, അല്ലെങ്കിൽ സഹായക്രിയയിലായിരിക്കും തുടങ്ങുക. ഇവിടെ നോക്കുമ്പോൾ ഇത് സഹായക്രിയയിൽ തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ, ഇതെല്ലാം സഹായക്രിയകളാണ്. വില്ലും വാസും ഈസും ആറും എല്ലാം സഹായക്രിയകളാണ്. ഇവിടെ വില്ലാണോ, വാസാണോ, ഈസാണോ, ആറാണോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ വാസ് അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ ഇത് വന്നിട്ട് പിന്നെ നമുക്കൊരു വെർബ് എഴുതേണ്ടി വരികയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന സെൻസിലെ വെർബ് ഏതാ, ഹെൽപ്പാണ്. അങ്ങനെ വാസ് അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ ഇത്തരത്തിൽ വന്നിട്ട് പിന്നീട് നമുക്കൊരു വെർബാണ് എഴുതേണ്ടി വരികയാണെങ്കിൽ ആ വെർബ് ഒന്നുകിൽ V3 ഫോം ആയിരിക്കണം,
അല്ലെങ്കിൽ ING ഫോം ആയിരിക്കണം. എങ്ങനെ ആയിരിക്കണം? ഒന്നുകിൽ V3 ഫോം ആയിരിക്കണം, അല്ലെങ്കിൽ ING ഫോം ആയിരിക്കണം. എന്തിനു ശേഷമാണ്? വാസ്, ഈസ്, ആറിന് ശേഷം നമുക്കൊരു വെർബ് എഴുതേണ്ടി വരികയാണ്. ഇവിടെ നോക്കുമ്പോൾ ഹെൽപ്പ്. ഈ ഹെൽപ്പ് എന്ന് പറയുന്ന വെർബ് എന്തല്ല? V3 ഫോമും അല്ല, ING ഫോമും അല്ല. പിന്നെ ഏത് ഫോമാണ്? V1 ഫോമാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഇവിടെ വാസോ, ഈസോ, ആറോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ വാസോ, ഈസോ, ആറോ ഉപയോഗിക്കണമെങ്കിൽ ഈ വെർബ് ഒന്നുകിൽ V3 അല്ലെങ്കിൽ ING ഫോം ആയിരിക്കണം. അപ്പൊ അങ്ങനെ അല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് വാസ്, ഈസ്, ആറ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ? മോഡൽ ആക്സിലറീസേ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് തന്നിരിക്കുന്നിടത്ത് മോഡൽ ആക്സിലറി ഏതാണ്? വില്ലാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ വില്ലായിരിക്കും. അങ്ങനെ വരും, വിൽ ഇറ്റ് ഹെൽപ്പ് യു ഇൻ യുവർ സ്റ്റഡീസ്? ഇത് നിങ്ങളുടെ പഠനത്തെ സഹായിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ A എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത ചോദ്യം, ഇത്തരത്തിലൊരു പിക്ചർ ഞാൻ നേരത്തെ കണ്ടിട്ടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിവിടെ ഡിഡ് ആണോ, വാസ് ആണോ, ഹാവ് ആണോ, ഹാസ് ആണോ ഉപയോഗിക്കേണ്ടത്? അതെന്തിനെ ആശ്രയിച്ചാണ്? നമുക്കിവിടെ തന്നിരിക്കുന്ന വെർബിനെ ആശ്രയിച്ചാണ്. ഇവിടുത്തെ വെർബ് എന്താ? സീനാണ്. ഈ സീൻ എന്ന് പറയുന്ന വെർബ് ഏതാണ്? V3 ഫോമാണ്. അങ്ങനെ ഒരു V3 ഫോം വന്നു കഴിഞ്ഞാൽ അതിനെ തൊട്ട് മുമ്പ് നമുക്ക് ഏതൊക്കെ സഹായക്കുകൾ ഉപയോഗിക്കാം? നമ്മളിവിടെ പറഞ്ഞ പോലെ വാസ്, ഈസ്, ആർ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആം ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേർ ഉപയോഗിക്കാം. അല്ലെ? എന്തൊക്കെയാ? ഒന്നുകിൽ ഈസ്, അല്ലെങ്കിൽ ആം, അല്ലെങ്കിൽ ആർ, അല്ലെങ്കിൽ വാസ്, അല്ലെങ്കിൽ വേർ. ഇതിലേതും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഹാസ് ഓർ ഹാവ് ഓർ ഹാഡ്. ഒന്നുകിൽ ഈസ്, ആം, ആർ, വാസ്, വെയർ, അല്ലെങ്കിൽ ഹാസ്, ഹാവ്, ഹാഡ്. ഇതിലേതെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. എന്തിന്റെ തൊട്ട് മുമ്പില്ല? V3യുടെ തൊട്ട് മുമ്പിൽ. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഡിഡ് വന്നിട്ടുണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇവിടെ നോക്കുമ്പോൾ വാസ് വന്നിട്ടുണ്ട്, ഹാവ് വന്നിട്ടുണ്ട്, ഹാസ് വന്നിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ വാസ് ആണോ, ഹാവ് ആണോ, ഹാസ് ആണോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വാസ് എന്ന് പറയുന്നത് ഏത് രൂപമാണ്? B ഫോം ആണല്ലോ. B ഫോംസിൽ പെടുന്നതാണ് വാസ്. അങ്ങനെ B ഫോംസ് പ്ലസ് V3 എന്ന് വരികയാണെങ്കിൽ, എങ്ങനെയാണ്? B ഫോംസ് പ്ലസ് V3 എന്ന രീതിയിൽ വരികയാണെങ്കിൽ ആ സെന്റൻസ് ഏത് വോയിസ് ആയിരിക്കും? പാസീവ് വോയിസ് ആയിരിക്കും. എന്തായിരിക്കും? പാസീവ് വോയിസ്. ഇനി ഹാവിന്റെ രൂപങ്ങൾ കഴിഞ്ഞിട്ട് V3 വരികയാണെങ്കിൽ അത് ഏത് വോയിസ് ആയിരിക്കും? അത് ആക്റ്റീവ് വോയിസ് ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ബിയുടെ രൂപങ്ങൾ, പിന്നെ അതിനുശേഷം V3. ബിയുടെ രൂപങ്ങൾ എന്ന് പറയുമ്പോൾ ഈസ്, ആം, ആർ, വാസ്, വേർ വരും. അങ്ങനെ വന്നിട്ട് V3 വരുവാണെങ്കിൽ ആ സെന്റൻസ് ഏത് വോയിസ് ആയിരിക്കും? പാസീവ് വോയിസ് ആയിരിക്കും. ഇനി അങ്ങനല്ല, ഹാസ് ഓർ ഹാവ് ഓർ ഹാഡ് പ്ലസ് V3, അതായത് ഹാവിന്റെ രൂപങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാം? ഹാസ് വരാം, ഹാവ് വരാം, ഹാഡ് വരാം. എന്നിട്ട് അതിനുശേഷം V3 വരുവാണെങ്കിൽ അത് ആക്റ്റീവ് വോയിസ് ആയിരിക്കും. ഇവിടെ നമുക്ക് നോക്കാം, വാസും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, കാരണം ഇവിടെ V3 വന്നതുകൊണ്ട്. ഹാവ് നമുക്ക് ഉപയോഗിക്കാം, ഹാസും ഉപയോഗിക്കാം. ഇനി വാസാണോ, ഹാവാണോ, ഹാസാണോ ഉപയോഗിക്കുന്നത് എന്തിനെ ആശ്രയിച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് ഏത് വോയിസ് ആണെന്ന് നോക്കിയിട്ടാണ്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ആര് കണ്ടിട്ടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ. അതായത് എന്ന് പറയുന്ന സബ്ജക്റ്റ് കണ്ടിട്ടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ സെന്റൻസ് സബ്ജക്റ്റിൽ തുടങ്ങിയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു സെന്റൻസ് സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുകയോ അല്ലെങ്കിൽ സബ്ജക്റ്റിൽ തുടങ്ങുകയോ ചെയ്യുകയാണെങ്കിൽ അത് ഏത് വോയിസ് ആയിരിക്കും? ആക്റ്റീവ് വോയിസ് ആയിരിക്കും. ഏത് വോയിസ് ആയിരിക്കും? ആക്റ്റീവ് വോയിസ് ആയിരിക്കും. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് ആക്റ്റീവ് വോയിസ് ആണ്. അങ്ങനെ ആക്റ്റീവ് വോയിസ് ആയ സ്ഥിതിക്ക് നമുക്ക് B ഫോംസ് പ്ലസ് V3 അല്ല ഉപയോഗിക്കേണ്ടത്. പിന്നെ എങ്ങനെയാ? ഹാവ് പ്ലസ് V3, അല്ലെങ്കിൽ ഹാവിന്റെ രൂപങ്ങൾ പ്ലസ് V3 ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വാസ് വേണ്ട. വാസ് എന്ന് പറയുന്നത് ബിയുടെ രൂപമാണ്. അപ്പൊ ഇനി നമ്മുടെ കയ്യിലുള്ള ഹാവും ഹാസുമാണ്. ഈ ഹാവ് ആണോ, ഹാസ് ആണോ? അതെന്തിനെ ആശ്രയിച്ചാൽ? ഈ സബ്ജക്റ്റിനെ ആശ്രയിച്ചാൽ. ഐയുടെ കൂടെ നമ്മൾ എപ്പോഴും ഹാവേ ഉപയോഗിക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഈ C എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഐ ഹാവ് നെവർ സീൻ സച്ച് എ പിക്ചർ ബിഫോർ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഈ ചോദ്യങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മൊബൈൽ ആപ്പിലൂടെ നമ്മൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് വേണ്ടി നടത്തുന്ന ഓൺലൈൻ കോഴ്സിലെ ഡെയിലി ടെസ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പം ഈ ക്ലാസ് കണ്ട ആർക്കെങ്കിലും നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന്റെ ഓൺലൈൻ കോഴ്സിൽ ചേർന്ന് താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ മൊബൈൽ ആപ്പിന്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുവഴി ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഈ പറയുന്ന
കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാക്കണമെന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം, ഞാൻ രഞ്ജിനി ഹരിദാസ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട രഞ്ജിത്ത് സാറിന് വേണ്ടിയാണ് ഈ സന്ദേശം ഞാൻ നൽകുന്നത്. പരീക്ഷാ തീയതികളും പുതിയ സെഷൻസും ഒക്കെ ഒരേ സമയം ടെൻഷനും അതുപോലെ തന്നെ ഒരു എക്സൈറ്റ്മെന്റും ഒക്കെ നൽകുന്നുണ്ടാവും. പക്ഷെ നിങ്ങളുടെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പം വലിയ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ നിങ്ങൾക്കുണ്ടാവും, അല്ലെ? നമ്മളുടെ ലക്ഷ്യങ്ങളിൽ നമ്മൾ എത്തിച്ചേരണമെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട്, സിസ്റ്റമാറ്റിക് ആയിട്ട്, സമർപ്പണ ബോധത്തോടു കൂടി നമ്മൾ എല്ലാവരും നന്നായി പഠിക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും അഭിമാനിക്കാവുന്ന വിജയം നിങ്ങൾ നേടുക. കൂടാതെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും ആരോഗ്യത്തിൽ ശ്രദ്ധ പുലർത്തുകയും ചെയ്യുക. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ എല്ലാവിധ ആശംസകളും.